കൈതപ്പുഴ കായലിലെ ഓ ഓ കാറ്റിന്റെ കൈകളിലെ ഓ ഇവിടെ ഓരോ ജീവതരംഗവും ഇണയെ തേടും രാവിൽ താമസമെന്തേ വരുവാൻ പ്രാണസഖി എന്റെ പ്രേമ ഭിക്ഷുകി 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 ഏതു ജന്മത്തിൽ ഏതു സന്ധ്യാദാസന്റെ മാനസനന്ദിനി നിന്റെ മാലിനി തീരത്വരകത്തേക്കാൾ സുന്ദരമാണി സ്വപ്നം വിടരും ഗ്രാമം പ്രേമവതിയാമേ. മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ 500-ലധികം സിനിമകൾ അഭിനയിച്ച ഒരേ ഒരു നടനും ശ്രീ പ്രേം നസീറായിരുന്നു. കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് നമ്മൾ പ്രേം നസീറിൻ്റെ ഇതുവരെ കാണാത്ത സ്വഭാവ വിശേഷതകളിലൂടെയും ക്യാരക്ടറിലൂടെയും കടന്നു പോവുകയായിരുന്നു. സ്ഥിരം പറയാനുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷേ പ്രേക്ഷകൻ അറിയേണ്ടതും പ്രേം നസീർ ആരായിരുന്നു എന്നുള്ളതിനെ പറ്റിയായിരുന്നു കഴിഞ്ഞ 2 എപ്പിസോഡുകളും പറഞ്ഞത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഇരുട്ടിൻ്റെ ആത്മാവിലെ വേലായുധൻ്റെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെയാണ് വിൻസെൻ്റ് മാസ്റ്റർ സംവിധാനം ചെയ്ത അസുരവിത്ത് MDയുടെ ഒരു കഥാപാത്രമായിരുന്നു. ആ അസുരവിത്തിൽ അദ്ദേഹത്തിൻ്റെ ആ കഥാപാത്രം വളരെയധികം മലയാള ആ കാലഘട്ടത്തിൽ നിലവിലിരുന്ന തകർന്നടിഞ്ഞ ഒരു നായർ തറവാട്ടിലെ കഥാപാത്രമായിരുന്നു. ഒരു പാട്ടത്തിന് കൊടുത്ത നെല്ലിൻ്റെ കൃഷി ചെയ്യുന്ന ആളോട് ആഹാരം വയ്ക്കാനായിട്ട് കുറച്ച് നെല്ല് കടം ചോദിക്കുന്ന നിസ്സഹായനായ കഥാപാത്രത്തെ പ്രേം നസീർ അവിസ്മരണീയമാക്കി. അസുരവിത്ത് പ്രേം നസീറിൻ്റെ അഭിനയ ജീവിതത്തിലെ എക്കാലവും മറക്കാനാവാത്തൊരു കഥാപാത്രമാണ്. കൊല്ലത്ത് മലയാള രാജ്യം വാരിക നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ. പോട്ടെ, വൈദ്യശാലയിൽ ഒന്ന് കയറണം. വൈകിച്ചെന്ന അമ്മയുടെ ചീത്തയാണ്, വീട്ടിൽ വെറുതെ ഇരുന്നാലും ചീത്തയാണ്. അബ്ദുവിന്റെ കത്ത് വന്നോ കുഞ്ഞിരക്കാരെ? മീനാക്ഷി, പെരുമ്പലത്തിലെ കളത്തിൽ വലിയ സൗകര്യമൊന്നും കാണില്ല. എന്നാലും മീനാക്ഷിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ശനിയാഴ്ച കൊച്ചപ്പന്റെ കല്യാണവും കൂട്ടിക്കൊണ്ട് വല്ലതും കഴിഞ്ഞിട്ട് പോയാൽ മതിയെന്നാണ് ശേരേട്ടൻ പറഞ്ഞത്. പേടിക്കണ്ട, ഞാനൊന്നും ചെയ്യുന്നില്ല. കുഞ്ഞിരക്കാരെ എനിക്ക് ബഹുമാനമുണ്ട്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ മുസ്ലിമായിട്ടേ അവൻ വളരും. പുതിയ ആവശ്യക്കാർ വന്നിരിക്കും. അവർ ഇവനെ ഹിന്ദുവായിട്ട് വളർത്തും. തല്ലാനും തല്ലുകൊള്ളാനും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഇനിയും വേണമല്ലോ കിഴക്കും മുറിക്ക്. മനുഷ്യനായി മാത്രം അവൻ വളരില്ല. വളരാൻ കിഴക്കും മുറിക്കാൻ സമ്മതിക്കില്ല. ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചു, പക്ഷേ സാമ്പത്തികമായിട്ട് വളരെയധികം വിജയിച്ചില്ല. അത് പ്രേം നസീർ വിഷമമുണ്ടാക്കി. തൻ്റെ ചിത്രങ്ങൾ എല്ലാവരും കാണണമെന്നൊരു ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം വീണ്ടും ഇങ്ങനെയുള്ള കഥാപാത്രങ്ങൾ വ്യത്യസ്തമായ പാതകളോട് സഞ്ചരിക്കാൻ അദ്ദേഹം സ്വതവേ മടി കാണിച്ചത്. നമുക്ക് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. വിൻസെൻ്റ് മാസ്റ്റർ അദ്ദേഹത്തിന് അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ഭാർഗവി നിലയം, അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം ഭാർഗവി നിലയമായിരുന്നു. അതിൽ താമസമെന്തേ വരുവാൻ ആ പാട്ടോടെ അവതരിപ്പിച്ച പ്രേം നസീറാണ്. താമസമെന്തേ വരുവാൻ പ്രാണസഖി എൻ്റെ മുന്നിൽ താമസമെന്തേ അണയാൻ പ്രേമമായി എൻ്റെ കണ്ണിൽ. അതിലെ മധു എന്ന കഥാപാത്രത്തെയാണ് മെയിൻ നിർത്തിക്കൊണ്ട് പോകുന്നെങ്കിലും പ്രേം നസീറാണ് ഫ്ലാഷ് ബാക്കിലെ പ്രേമകഥയിലെ നായകൻ. ആ വിൻസെൻ്റ് മാസ്റ്റർ കൺസെപ്റ്റിലൂടെ സംഗീതക്കാരനായ ആ നായകനെ ശരിക്കും ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീല പിടിച്ച ഭാർഗവി നിലയമാക്കിയപ്പോൾ പ്രേം നസീറിൻ്റെ കഥാപാത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. അതുകൊണ്ടാണ് വിൻസെൻ്റ് മാസ്റ്റർ ഡയറക്ടർ മുറപ്പെണ്ണ് MDയുടെ മറ്റൊരു തിരക്കഥയായിരുന്നു. അതിലെ ബാലൻ എന്ന കഥാപാത്രം
എക്കാലവും മലയാളികൾ ഓർത്തിരിക്കുന്നത് കരയുന്നോ പുഴച്ചിരിക്കുന്നു എന്നൊരു പാട്ട് ചിത്രീകരണം. കരയുന്നു പുഴച്ചിരിക്കുന്നു, കരയുന്നു പുഴച്ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ചു കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നു പുഴച്ചിരിക്കുന്നു. അത് ഒരു ദിവസം കൊണ്ടാണ് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഭാരതപ്പുഴയുടെ തീരത്ത് വിൻസെൻ്റ് മാർച്ച് പ്രത്യേകം സജ്ജമാക്കിയൊരു തീരത്ത് പൂർത്തീകരിക്കുകയാണ്. ആ പാട്ടിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവങ്ങളും, ഒരു കഥാപാത്രം എം ഡിയുടെ ഭാവങ്ങൾ മൊത്തം ആ പാട്ടിലൂടെ അദ്ദേഹം നമ്മൾക്ക് മുന്നിൽ എത്തിച്ചു. ബാലൻ്റെ ദുഃഖങ്ങളും ഒക്കെ. കരകളിൽ തലതല്ലും ഓളങ്ങളെ, കഥനത്താൽ തേങ്ങുന്ന ഹൃദയവുമായി, കരകളിൽ തലതല്ലും ഓളങ്ങളെ. പിന്നീട് നമുക്ക് പറയാൻ പോകുന്നത് വിൻസെൻ്റ് മാസ്റ്ററിന് ത്രിവേണിയിൽ പ്രേംനസീർ ഇതുവരെ അവതരിപ്പിക്കാത്തൊരു കഥാപാത്രമായിരുന്നു. അത് അദ്ദേഹത്തിന് കൊച്ചിലോട്ട് യാത്ര ചെയ്യാനുള്ള ആഗ്രഹമാണ്. കപ്പലിലും പായ്ക്കപ്പലിലും ബോട്ടുകൾ സഞ്ചരിക്കുക, പല പല രാജ്യങ്ങൾക്ക് ഇറങ്ങുക. അങ്ങനെ സ്വന്തം കാമുകിയെ കല്യാണം കഴിച്ച് താമസിക്കുന്ന ആഗ്രഹം പോലും ഉപേക്ഷിച്ചിട്ട് കാമുകിയേക്കാളേറെ തൻ്റെ യാത്രകളെയും സ്വപ്നങ്ങളിലെയും പ്രേമിച്ചിരുന്ന ആ കഥാപാത്രം പറന്നു പോവുകയാണ്. പക്ഷേ കാമുകി അവിടെ നിസ്സഹായം സാധാരണക്കാരിയുമായിരുന്നു. അദ്ദേഹം അന്നത്തെ ചുറ്റുപാട് ഒരു പ്രായമായ മുതലാളിയെ കല്യാണം കഴിക്കുകയും അങ്ങനെ ആ ചുറ്റുപാടിലാണ് കാമുകൻ തിരിച്ചു വരുന്നത്. സംഗമം ത്രിവേണി സംഗമം, കൈതപ്പുഴ കായലിലെ എന്നുള്ള ആ പാട്ടുകളൊക്കെ പ്രേംനസീർ പാടി നമ്മുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയിരുന്നു. നാണത്തിൽ മുങ്ങിയ കായലിൻ കവിളിൽ നഖചിത്രമെഴുതും നീലാവിൽ, നീയും ഞാനും നമ്മുടെ പ്രേമവും കൈമാറാത്ത വികാരമുണ്ടോ? കൈതപ്പുഴ കായലിലെ ഓ കാറ്റിന്റെ കൈകളിലെ ഓ കളിച്ചിരി മാറാത്ത കന്നിയോളമേ, കാണാക്കൂടം നിറയെ. തിരിച്ചു വരുമ്പോൾ കാമുകിയോട് ചോദിക്കണം, നീ എൻ്റെ കൂടെ വരാൻ. പക്ഷേ അങ്ങനെ പ്രത്യേക സാഹചര്യത്തിലേക്ക് തൻ്റെ ധർമ്മസങ്കടം അറിയിച്ച് നീ ഇല്ലാതെ എനിക്കിനി പറ്റില്ല എന്ന് പറയുന്ന കഥാപാത്രം പ്രേംനസീറിനെ അവിസ്മരണീയമാക്കി. അതുപോലെയാണ് ധർമ്മയുദ്ധത്തിലെ എവിടെയൊക്കെ ജോലി തിരക്കിപ്പോയി എല്ലാം തകർന്ന് മാനസിക വിഭ്രാന്തിപ്പെട്ട് തിരിച്ചു വരുന്ന ഒരു തമ്പുരാൻ്റെ കഥാപാത്രമായിരുന്നു. അടൂർ ബാസിയും പ്രേംനസീറും മത്സരിച്ച് അഭിനയിച്ച ഒരു കഥാപാത്രമായിരുന്നു ധർമ്മയുദ്ധത്തിലെ. ദുഃഖത്തിൻ കൈപ്പു നീർമോന്തുവാൻ സുഖത്തിൻ്റെ കൽക്കണ്ടം നീട്ടുന്നു നിയതി, ഒരു തുണ്ടു കൽക്കണ്ടം നീട്ടുന്നു നിയതി. മംഗലാം കാവിലെ മായാ ഗൗരിക്ക് തിങ്കളാഴ്ച തിരുനൊയമ്പ്, തിങ്കളാഴ്ച തിരുനൊയമ്പ്. മംഗലാം കാവിലെ മായാ ഗൗരിക്ക്. അങ്ങനെ വിൻസെൻ്റ് മാസ്റ്റർ എന്തെങ്കിലും അച്ചാണി, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം തന്നെ അച്ചാണി. ഒരു കുടുംബം പുലർത്താൻ പാടുപെടുന്ന ഒരു തയ്യക്കാരനായ കഥാപാത്രമായിരുന്നു. റൊമാൻറ്റിക് പരിവേഷമില്ലാത്തൊരു കഥാപാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഒരു പാട്ടുപോലും അദ്ദേഹത്തിന് ആ സിനിമയിലില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പാടി അഭിനയിക്കുന്ന സിനിമ ആയിരുന്നു അതൊക്കെ. എന്നിട്ടും ഒരു ചിത്രം വിജയിച്ചു. പിന്നെ നിങ്ങൾ പോകുമ്പോ ബംഗ്ലാവിലെ വക്കീൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ബ്ലൗസും അടിപ്പാവടയും കൂടി ചുരുട്ടി കയ്യിൽ വെച്ചോളൂ. കൊടുത്തിട്ട് രാവിലെ അങ്ങോട്ട് വന്നേക്കാം. ചെറുപ്പത്തിലെ ധാരാളം ചുമതല ഉള്ളതുകൊണ്ട് അങ്ങനെ ആയിപ്പോയി. ഈ നഷ്ടം സീതയ്ക്കാണ്. എനിക്ക് നഷ്ടം തോന്നിയിട്ടില്ല. ഇന്ന് ഞാൻ ഒരു കാമുകനെ പോലെ പെരുമാറാൻ പോവുകയാണ്. രൂപ എടുക്കാവുന്ന ഒരു ബാങ്കുണ്ട്. അനുജ, നീ വേഗം ഒരുക്കൂ, നമുക്ക് ആസ്പത്രിയിലേക്ക് പോകാം. ചേട്ടൻ രക്തബാങ്കിൽ രക്തം കൊടുത്ത് രൂപ വാങ്ങിയിരിക്കുകയാണോ എന്നെ ചികിത്സിക്കാൻ? രക്തം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നതല്ലേടാ. ഗോപിയുടെ ശവം ശവപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ നീ ഇവിടെ വരുമെന്നും അവന്റെ ജഡത്തിന്റെ കാൽക്കൽ ഇതുപോലെ വീഴുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതുണ്ടായില്ല. അപ്പോ നിങ്ങളൊക്കെ എവിടെയായിരുന്നു? ഇപ്പോ
നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി? അപ്പോൾ വിൻസെൻ്റ് മാസ്റ്റർ പ്രേം നസീറിലെ ആ നടനെ എങ്ങനെയൊക്കെ പുറത്ത് കൊണ്ടുവരാം അദ്ദേഹം വളരെയധികം പരിശ്രമിച്ചു. ഒടുവിലത്തെ ഉദാഹരണം നിഴലാട്ടം എന്ന സിനിമയായിരുന്നു. നിഴലാട്ടത്തിൽ അദ്ദേഹം ഒരു വില്ലൻ ക്യാരക്ടറാണ്. സുഖലോലുപതന മടിത്തട്ടിൽ ആർഭാടത്തെ നയിച്ച് ജീവൻ നശിപ്പിച്ച ഒരു കഥാപാത്രം നിഴലാട്ടം. അത് ഇന്ന് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ചിത്രം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ വെച്ചിട്ടുണ്ട്. അന്തഃപുരത്തിന്റെ വാതിൽ തുറക്കൂ തുറക്കൂ നീ പ്രേമമേ. ഇങ്ങനെ പ്രേം നസീറിന്റെ നിരവധി കഥാപാത്രങ്ങൾ വിൻസെൻ്റ് മാസ്റ്റർ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നീട് സേതുമാധവൻ സാർ അദ്ദേഹത്തിനെ നായക സങ്കല്പത്തിൽ നിന്ന് മാറ്റി അഴകുള്ള സിനിമയിലെ വില്ലൻ കഥാപാത്രമാക്കി. ചിരിച്ച മുഖത്തോടെ വില്ലത്തനം കാണിക്കുന്ന ഒരു കഥാപാത്രം. ആ മുതലാളി കഥാപാത്രത്തെയും അഴകുള്ള സിനിമയിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അത് വിൻസെൻ്റ് ആയിരുന്നു നായകൻ. അദ്ദേഹത്തിന് സേതുമാധവൻ സാറിന്റെ പുനർജന്മത്തിലെ പ്രൊഫസർ. ഭാര്യയെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ രൂപം ഓർമ്മ വരുന്നത് കൊണ്ട് ഭാര്യയുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്താൻ പറ്റാതെ വന്ന് പരാജയപ്പെടുന്ന പ്രൊഫസറുടെ കഥാപാത്രം അതും അദ്ദേഹം മികച്ചതാക്കി. പ്രേമ ഭിക്ഷുകി 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 ഏതു ജന്മത്തിൽ ഏതു സന്ധ്യയിൽ എവിടെ വച്ചു നാം കണ്ടു, ആദ്യമായി എവിടെ വച്ചു നാം കണ്ടു. കാളിദാസന്റെ മാനസനന്ദിനി നിന്റെ മാലിനി തീരത്തു ഞാൻ തീർക്കും എന്റെ സാഹിതി ക്ഷേത്രം. കാമിനി കാവ്യമോഹിനി. അതേപോലെ ദേവി എന്ന സിനിമ കെ സുരേന്ദ്രൻ്റെ നോവലിൽ ഒരു പരീക്ഷണ ചിത്രങ്ങളുടെ ഡയറക്ടറായിരുന്നു. ആ ഡയറക്ടർ തൻ്റെ ചിത്രം പരാജയപ്പെട്ട് സാമ്പത്തികം തളർന്നപ്പോൾ അദ്ദേഹം സ്ട്രോക്ക് വരികയാണ്. സ്ട്രോക്ക് വന്ന് സ്വന്തം കൂട്ടുകാരെ സഹായിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ സ്വന്തം സുഹൃത്തും ഭാര്യയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് സംശയിക്കുന്ന ഒരു പ്രത്യേക മുഹൂർത്തത്തിൽ ആ കഥാപാത്രത്തെ സംയമനത്തോടെ അവതരിപ്പിച്ച അത് വളരെയധികം പ്രേക്ഷക പ്രശംസ നേടിയാണ്. പിന്നീട് കൃഷ്ണൻ നായർ സാറിൻ്റെ മിക്ക സിനിമകളിലും നായകൻ പ്രേം നസീർ സാറായിരുന്നു. കൃഷ്ണൻ നായർ സാർക്ക് നസീർ സാറില്ലാത്തൊരു പടമില്ല. എല്ലാ പടത്തിലും നായകൻ അദ്ദേഹം തന്നെ. ഒരുപാട് പടങ്ങൾ, കാവ്യമേള, വിവാഹിത എന്ന് വേണ്ട മിക്ക CID പരമ്പരകളുള്ള ചിത്രങ്ങൾ പോലും തിരിച്ചടി ഡബിൾ റോളായിരുന്നു. അതൊരു ഉദയയുടെ എല്ലാ സിനിമയിലും പ്രേം നസീർ നായക തുല്യമായ കഥാപാത്രങ്ങളായിരുന്നു. സത്യനും നസീറും രണ്ട് മഹാമേരുക്കളെ നടന്മാരായിരുന്നിട്ട് പോലും അവരുടെ റോളുകളെപ്പറ്റി ചോദിച്ചിരുന്നില്ല. ചെറിയ റോളെന്നോ വലിയ റോളെന്നോ, സത്യന് വലിയ റോളെന്നോ പ്രേം നസീറിന് ചെറിയ റോളെന്നോ അവർ രണ്ടുപേരും ചിന്തിച്ചില്ല. മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് സഹായിച്ച രണ്ട് നടന്മാരായിരുന്നു. അത് പ്രേം നസീറിനെ സത്യന് നമ്മൾ പ്രത്യേകം ഓർമ്മിക്കണം. ഒരു ഈഗോയിസം ഇല്ലാതെ ചില സിനിമയിൽ സത്യന് നായക വേഷമായിരിക്കും, പ്രേം നസീറിന് ഉപകഥാപാത്രങ്ങൾ ആയിരിക്കും. ചില സിനിമയിൽ, ഉദാഹരണം ശകുന്തള സിനിമയിൽ പ്രേം നസീർ ദുഷ്യന്തനാണ്, സത്യൻ കണ്ണുമിനി. ദത്തുപുത്രനിൽ സത്യന് ചെറിയ റോളൻ നായക നടൻ പ്രേം നസീറാണ്. അങ്ങനെ വിവിധങ്ങളുള്ള ക്യാരക്ടേഴ്സിനെ അവർ പരസ്പരം മത്സരിച്ച് അഭിനയിച്ചിട്ട് പരസ്പരം ബഹുമാനിച്ചിരുന്നവർ. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മലയാള സിനിമയുടെ അന്തസ്സുയർത്തുന്ന നടനും കൂടാണ് അദ്ദേഹം. പിന്നീട് ശശികുമാർ സാർ, അത് വേറൊരു കെമിസ്ട്രി ആയിരുന്നു. മലയാള സിനിമയിൽ ഇങ്ങനൊരു കെമിസ്ട്രി ഉള്ള ഒരു ഡയറക്ടറില്ല. പ്രേം നസീർ സാറ് ചേരുന്ന കഥാപാത്രം മാനേഴ്സ് അദ്ദേഹം കൊടുക്കും. അവർ ശശികുമാർ സാറിന് ഡേറ്റും. അപ്പോൾ പ്രേം നസീർ സാർ പറയും, എനിക്ക് നിശ്ചയം നേരത്തെ പോകണം, അഡ്ജസ്റ്റ് ചെയ്യണം. അതിനെന്താ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പ്രേം നസീറിൻ്റെ സൗകര്യത്തിന് വേണ്ടി സിനിമ എടുത്തിരുന്ന ഒരു ഡയറക്ടറായിരുന്നു ശശികുമാർ സാർ. എനിക്കൊന്ന് മലയാള സിനിമയിൽ പ്രേം നസീറിനെ വെച്ച് ഏറ്റവും കൂടുതൽ സിനിമ എടുത്തതും അതൊക്കെ ബോക്സ് ഓഫീസ് വിജയമാക്കിയതും ഒരേ ഒരു ഡയറക്ടർ ശശികുമാർ സാറാണ്. അതുകൊണ്ട് ശ്രീകുമാരൻ തമ്പി സാറും. ശ്രീകുമാരൻ തമ്പി സാറ് പാട്ടെഴുതാൻ മെറിലാൻഡിൽ വന്നപ്പോൾ ന്യൂ തിയേറ്ററിലെ ഒരു മുറിയിലായിരുന്നു താമസിച്ചിരുന്നത്. അത് പ്രേം നസീർ താമസിച്ചിരുന്ന മുറിയാന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു. എഞ്ചിനീയർ ആണെന്നും പുതിയ ഗാനരചയിതാവെന്ന് അറിഞ്ഞപ്പോൾ വളരെയധികം സ്നേഹനിർവിശേഷമായ ഒരു
സ്വീകരണമാണ് കൊടുത്തത്. പിന്നീട് അങ്ങോട്ട് അദ്ദേഹം നിരന്തരമായിട്ട് പ്രേം നസീറോട് ബന്ധം പുലർത്തുകയും തൻ്റെ ആദ്യത്തെ സിനിമ നിർമ്മിക്കാൻ പോകുമ്പോൾ അദ്ദേഹം കാഴ്ചയിട്ട് നൽകുകയും ചന്ദ്രകാന്തം എന്ന പടം. അങ്ങനെ പ്രേം നസീറിൻ്റെ കഥാപാത്രം ശ്രീകുമാരൻ നമ്പിസാറും കുറേ ചിത്രങ്ങളെടുത്തു. അങ്ങനെ മലയാള സിനിമയിൽ വിജയിക്കണം എന്ന താല്പര്യമുള്ള എല്ലാ ബാനറുകളും പ്രേം നസീറിനെ നായകനാക്കിയിരുന്നു. അത് എല്ലാവർക്കും കാഴ്ചയിട്ട് കൊടുക്കും. അതാണ്. പിന്നീട് നമുക്ക് പി ജി വിശ്വംഭരൻ എന്നൊരു ഡയറക്ടർ ഒരിക്കൽ പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അദ്ദേഹം കുറേ സിനിമകൾ അസോസിയേറ്റ് ആയിട്ട് നിന്നു. പ്രേം നസീറിൻ്റെ ഡേറ്റ് കിട്ടുവാണെങ്കിൽ ഒരു പ്രൊഡ്യൂസർ പടം കൊടുക്കാമെന്ന് പറഞ്ഞു. പ്രേം നസീറിൻ്റെ കാര്യം പറഞ്ഞു. പ്രേം നസീറിന് നിന്ന് നിൽക്കാൻ തമയില്ല. പറഞ്ഞു 7 to 9 ഞാൻ തരാം, അത് വെച്ച് നീ അഡ്ജസ്റ്റ് ചെയ്തോണം. ഒഴുക്കിനെതിരെ എന്നൊരു പടം കാമാക്ഷി മൂവി മേക്കേഴ്സിൻ്റെ ബാനറിൽ ഒരു പടമാണ്. 2 മണിക്കൂർ വെച്ച് 15 ദിവസം കൊണ്ട് അദ്ദേഹം പടം തീർത്തു. അത് സൂപ്പർ ഹിറ്റാവുകയും പി ജി വിശ്വംഭരൻ മലയാള സിനിമയിലെ ഒരു ഹിറ്റ് മേക്കറായി മാറുകയും ചെയ്തു. ഒരിക്കലും അദ്ദേഹം മറന്നില്ല. അതേ കണക്ക് തന്നെ ജോഷി ആകട്ടെ, മലയാള സിനിമ ഏത് ഡയറക്ടറും പ്രേം നസീറിൻ്റെ ഡേറ്റിന് വേണ്ടി കാത്തിരുത്തും. പ്രേം നസീറിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ അവരുടെ സംവിധാന പദവി സുരക്ഷിതമായിരിക്കും. അങ്ങനെ മിക്ക ഡയറക്ടേഴ്സിൻ്റെയും ആദ്യകാല പടങ്ങൾ ചെയ്ത് പ്രേം നസീറാണെന്നുള്ള വസ്തുതയെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുകയും എല്ലാവരും ഒരേപോലെ സഹകരിക്കുകയും ചെയ്തിരുന്ന ഒരു നടൻ മലയാളത്തിലില്ല. ഇത് മലയാളത്തിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ് പ്രേം നസീർ. നമ്മൾ ഇന്നത്തെ താരങ്ങളുടെ അഹങ്കാരങ്ങൾക്കും സ്വേച്ഛാധിപതിക്കും എല്ലാം അടക്കി പാടുന്നൊരു പ്രമാണിത്വത്തിൽ നിന്നും പ്രേം നസീർ തുലവും വ്യത്യസ്തമായിരുന്നു. അദ്ദേഹം തൻ്റെ ജോലി അഭിനയിക്കാൻ മാത്രം, മറ്റുള്ളവർ എന്തോ ചെയ്തോ ഒന്നും നോക്കാൻ പോരില്ലായിരുന്നു. അദ്ദേഹത്തോട് സഹകരിച്ച എല്ലാ ഡയറക്ടറോടും, അതാ വിളിച്ചില്ലെങ്കിൽ പോലും ചില ഡയറക്ടേഴ്സൊക്കെ അദ്ദേഹത്തിന് വളരെ കളിയാക്കി സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പല വേദികളും. പക്ഷേ അദ്ദേഹം ഒന്നിനോട് പ്രതികരിക്കാതെ അദ്ദേഹം എല്ലാവരോടും ഒരേപോലെ നിലകൊള്ളുകയും തൻ്റെ അടുത്ത് വരുന്ന എല്ലാവരെയും ഒരേപോലെ സാമ്പത്തികമായിട്ടും അല്ലാതെയും രക്ഷിച്ചിരുന്നു. ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ കാര്യങ്ങളിൽ വീട് വയ്ക്കാനാണെങ്കിലോ മകളുടെ കല്യാണത്തിനൊക്കെ ആണെങ്കിലോ കൈ അയച്ച് സഹായിച്ചിരുന്നു അദ്ദേഹം. ആരെയും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എല്ലാവർക്കും കടന്നു വരാമായിരുന്നു. ഒരുപാട് ആളുകൾ നസീർ സാറ് നിരന്തരം മണിയോടിരിക്കും. ഒരു കാര്യം കൂടെ, മുത്തയ്യ എന്നൊരു കൂട്ടുകാരനുണ്ടായിരുന്നു. പ്രേം നസീർ ആദ്യകാലത്ത് മലയാള സിനിമയിൽ വരുമ്പോൾ മുത്തയ്യ തമിഴിലും തെലുങ്കിലും ഒക്കെ വിജയിച്ചിരുന്ന ഒരു വലിയ നടനായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രേം നസീർ താമസിച്ചത് മുത്തയ്യയുടെ വീട്ടിലായിരുന്നു. കുറേ നാൾ നസീർ സാറ് ഒരു നടൻ എന്ന പേര് നിലയിലെടുത്ത് വന്നതിന് വീട് വെച്ചതിന് ശേഷമാണ് മുത്തയ്യയുടെ വീട്ടിൽ നിന്ന് മാറുന്നത്. അതിനദ്ദേഹം തിരിച്ചു എന്താ, പ്രേം നസീറിൻ്റെ പ്രതാപകാലമായപ്പോൾ മുത്തയ്യയുടെ അവസരങ്ങൾ കുറഞ്ഞു, പടമില്ലാതായപ്പം പ്രേം നസീർ അദ്ദേഹത്തിന് വീടെടുത്ത് കൊടുക്കുകയും അതിന് സർവ്വ ചെലവുകളും വഹിച്ചിരുന്നത് മുത്തയ്യയുടെ സർവ്വ ചെലവുകളും വഹിച്ചത് പ്രേം നസീറായിരുന്നു. ഒരു ഘട്ടത്തിൽ വീട് മാറി വേറൊരു വീട് കിട്ടുന്നത് വരെ പ്രേം നസീറിൻ്റെ വീട്ടിൽ ഒരു മുറി താമസിച്ചിരുന്നു. മലയാള സിനിമയിൽ ആരും ചെയ്യാത്തൊരു കടപ്പാടിൻ്റെ കഥയാണ്. അതുപോലെ സംവിധായകർക്കും നിർമ്മാതാക്കൾക്കും അന്നത്തെ ഏറ്റവും വലിയ ബാനറുകൾ നിസ്സഹായ അവസ്ഥ നിൽക്കുമ്പോഴാണ് നസീർ സാറെ ഡേറ്റുകൾ ഉടനെ കൊടുക്കും. സുപ്രിയ ഉദയ ആകട്ടെ, മഞ്ഞിലാസ് ആകട്ടെ, മെറിലാൻഡ് ആകട്ടെ, സുബ്രഹ്മണ്യം മലയാളി ആകട്ടെ, എല്ലാം അവിടെ നിന്നില്ല. ഉദയായാലും സ്ഥിരം നടനായിരുന്നു. കുഞ്ചാക്കോടെ മെറിലാൻഡിൻ്റെ മലയാള സിനിമയുടെ എല്ലാ ബാനറുകൾ നസീർ സാർ അഭിനയിക്കുന്ന ബാനറുകൾ ഇല്ലായിരുന്നു. അങ്ങനെ മലയാള സിനിമയുടെ എക്കാലവും നിറഞ്ഞു നിന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പടമില്ലാതെ വിഷമിച്ചിരുന്നു. ഒരുപാട് താരങ്ങൾ അദ്ദേഹത്തിന് ചിത്രത്തിൽ ഡേറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അത് വേറൊരു കഥ. മലയാള സിനിമയുടെ ഒരു ആവർത്തനം തന്നെയാണ്. ഒരു ഘട്ടത്തിൽ രാജാവൻ അദ്ദേഹം പടമില്ലേന്ന് പലരും ചോദിക്കുമ്പോൾ വിഷമാവസ്ഥയിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഒരു നടൻ ഒരിക്കലും ഇങ്ങനെ ഗതികേട് വരുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെ പടമില്ലാത്തൊരവസ്ഥ അറിഞ്ഞു. പടത്തിൽ ധാരാളം മേൽ നിൽക്കുമ്പോൾ അഹങ്കരിക്കാത്തതും ഒക്കെ ഒരേ ഒരു മനുഷ്യനായിരുന്നു. മലയാള സിനിമ എക്കാലത്തും കണ്ടുപഠിക്കേണ്ടതും അനുകരണീയമാക്കേണ്ടതും പാഠ്യവിഷയമാക്കേണ്ട നടനാണ് പ്രേം നസീർ എന്ന് എനിക്ക് പറയാൻ പറ്റും. പ്രേം നസീറായിട്ട് അടുപ്പമുള്ള അദ്ദേഹം 300 സിനിമകൾ തികച്ചപ്പോൾ കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് 300 സാരികൾ വിതരണം ചെയ്തു. അതേ കേരളത്തിലെ തൻ്റെ പ്രേക്ഷകരോട് കാണിച്ച പ്രതിബദ്ധത അതായിരുന്നു. ഏത് സെറ്റിൽ ചെന്നാലും ആരാധകരെ കാണാൻ. എൻ്റെ സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരിക്കൽ അമൃത ഹോട്ടലിൽ താമസിക്കാൻ ചെന്നപ്പോൾ ഷൂട്ടിങ്ങിന് കാറ് വിളിക്കാമെന്നും കുറേ കോളേജ് വിദ്യാർത്ഥികളാണ് അമൃത ഹോട്ടലിൽ കാണാൻ നിന്ന്. അവരെ കണ്ട് സംസാരിച്ചു, അവർ ഓട്ടോഗ്രാഫിൽ ഒപ്പിട്ട് കൊടുത്തു, എല്ലാം ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ്റെ കല്യാണം ട്രിവാൻഡ്രം ക്ലബ്ബിലായിരുന്നു. അപ്പോൾ ബിരിയാണി എത്ര വേണമെങ്കിൽ ബിരിയാണി വെച്ചോളാൻ പറഞ്ഞു. ആരെയും തടഞ്ഞില്ല. സിനിമാ താരങ്ങൾ തൊട്ട് രാഷ്ട്രീയക്കാർ വരെ സാധാരണക്കാർ കയറി കഴിച്ചോണ്ട് പോട്ടെ എന്ന് പറഞ്ഞു. എവിടെ നിന്നൊക്കെ ബിരിയാണി വരുത്തുമ്പോൾ അതൊക്കെ ബിരിയാണി കൊടുത്ത് സാധാരണക്കാരനെ ട്രിവാൻഡ്രം ക്ലബ്ബിൽ വരുത്തി ഭക്ഷണം കൊടുത്ത് പറഞ്ഞയച്ച ഏക നടനും പ്രേം നസീർ തന്നെയാണ്. അങ്ങനെ എല്ലാവരെയും ഒരേപോലെ കണ്ടുകൊണ്ടെന്ന് ആ നടൻ നമുക്കിന്നില്ല. എങ്കിൽ പോലും മലയാളികൾ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ അവരുടെ ചിത്രങ്ങൾ കാണാതെ
അദ്ദേഹം അഭിനയിച്ച കഥാപാത്രങ്ങൾ കാണാതെ അദ്ദേഹത്തിന് പ്രകീർത്തിക്കാത്ത ഡയറക്ടേഴ്സോ പ്രൊഡ്യൂസേഴ്സോ ജനങ്ങളും ഇല്ല. അങ്ങനെ മലയാളികളുടെ മുമ്പിൽ നിത്യഹരിത നായകനായ പ്രേം നസീർ ഇന്ന് നിലനിൽക്കുന്നു. മലയാളികളുടെ ഒരേ ഒരു പ്രേം നസീർ. പ്രേം നസീറിനെ പറ്റി ഇനി ഒരുപാട് പറയാനുണ്ട്, പക്ഷേ നമുക്ക് സമയം അധികമില്ലാത്ത ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത അധ്യായത്തിലേക്ക് കടക്കാം. ശരി, സെല്ലുലോയിഡ് കണ്ട പ്രേക്ഷകരെല്ലാവരും ഇതിൻ്റെ അഭിപ്രായം അറിയിക്കണം. അടുത്ത ലക്കത്തിൽ ഞാൻ ഒരു പ്രേം നസീറിൻ്റെ നായികയായിട്ട് അഭിനയിച്ച മറ്റൊരു നടിയെ പറ്റിയാണ് പറയാൻ വന്നത്. അവരും അകാലത്തിൽ പൊലിഞ്ഞുപോയൊരു നടിയാണ്. അവരെപ്പറ്റി അടുത്ത അധ്യായത്തിൽ വിശദീകരിക്കാം. കാണുന്നതുവരെ സെല്ലുലോയിഡ് പ്രേക്ഷകർക്ക് എൻ്റെ നന്ദി, നമസ്കാരം.